ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. മാറിക്കോളും കേട്ടോ. ഗവൺമെന്റിൽ വീടിന് വല്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ഇല്ല സാറേ, ഒന്നും അറിവായിട്ടില്ല. അതിന്റെ ശ്രമങ്ങളൊക്കെ അവിടെ ഏത് പഞ്ചായത്തിലാണ് നിങ്ങളുള്ളത്? അടിമാലി പഞ്ചായത്ത്. പിന്നെ സാറേ, എനിക്ക് വേറെ ഒരു സഹായത്തിന് ആരുമില്ല. ഒരു കാല് മുറിഞ്ഞു മാറ്റേണ്ടി വന്നു. അവര് വേറെ വെക്കോ? അപ്പൊ അതിന് സമയമാകുമ്പോ കേട്ടോ, നോക്കാം കേട്ടോ. ശരി, ഓക്കെ. മമ്മൂട്ടി നൽകിയ ഉറപ്പിലാണ് ഇനി സന്ധ്യയുടെ പ്രതീക്ഷ. ഏക മകൾക്ക് താങ്ങാകണമെങ്കിൽ ശരീരം താങ്ങാൻ കൃത്രിമക്കാൽ വേണം. സന്ധ്യയുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ കൃത്രിമക്കാൽ വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരന് മമ്മൂട്ടി നിർദ്ദേശം നൽകി. നേരത്തെ സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും മമ്മൂട്ടി ഏറ്റെടുത്തിരുന്നു. മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായും തകർന്നതിനാൽ 38 ദിവസം നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം ഇന്ന് വാടക വീട്ടിലേക്കാണ് സന്ധ്യ മടങ്ങുന്നത്. അടിമാലിയിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താമെന്നും മമ്മൂട്ടി ഉറപ്പു നൽകി. 39 ദിവസത്തിന് ശേഷം എൻ്റെ പെങ്ങൾ ഇന്ന് ആശുപത്രി ഡിസ്ചാർജ് ആവുകയാണ്. അതിനുവേണ്ടി എല്ലാ സഹായവും തന്ന എല്ലാവരോടും നന്ദിയുണ്ട്. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും മമ്മൂക്കയ്ക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു, പെങ്ങളായിട്ടും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ബാക്കി നമുക്ക് കൃത്രിമമായിട്ട് കാല് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം സഹായം ചെയ്യാമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 25-ന് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് സന്ധ്യയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. ദുരന്തത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജുവിന് ജീവൻ നഷ്ടമായിരുന്നു. തകർന്ന വീട്ടിൽ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ മണിക്കൂറുകളോളമാണ് സന്ധ്യ കുടുങ്ങിക്കിടന്നത്. ഞരമ്പുകൾ ചതഞ്ഞെറിഞ്ഞ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന ഘട്ടത്തിലാണ് ഇടത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നത്. മുറിവുകൾ ഉണങ്ങിയതോടെ പരസഹായത്തോടെ നടക്കാൻ സന്ധ്യയ്ക്ക് കഴിഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം കൃത്രിമക്കാൽ സ്ഥാപിക്കാൻ സാധിക്കും. നമ്മുടെ സന്ധ്യ ബിജു മുറിവുകളെല്ലാം കരിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ഒരു ഇതിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ളത് നമ്മുടെ കാലിൽ പ്രോസസ്സസ് വെക്കുക എന്നുള്ള, അത് മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു പ്രോസസ്സ് വെച്ച് നന്നായിട്ട് നടക്കാൻ പാകത്തിനാക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ മുറിവുകളൊക്കെ ഒരുവിധം നന്നായി ഗുണപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. പേഷ്യൻറ്റിനെ ഇനിയിപ്പോൾ നമ്മൾ നടത്തി തുടങ്ങി. വാക്കർ സഹായത്താൽ പേഷ്യൻ്റ് വളരെ നന്നായി നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണിടിച്ചിലിൽ ഭർത്താവും ക്യാൻസർ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മകനും മരിച്ചതോടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രമാണ് സന്ധ്യയ്ക്ക് ഇനിയുള്ള തുണ. സർക്കാരിൻ്റെയും ദേശീയപാത അതോറിറ്റിയുടെയും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യയും മകളും. ന്യൂസ് മലയാളം, കൊച്ചി.